പോണ സമയത്ത് കണ്ടോണോ അവരെ ഇവരൊക്കെ പേരക്കണോന്ന് അവർ വേണ്ട പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും തന്നുമാത്രം കിട്ടില്ല. ഞാൻ അവരോട് വേണോ വെച്ചു, അവർക്ക് കൊടുക്കാൻ വെച്ചു. അപ്പൊ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് സന്തോഷമായിട്ട് പോച്ചു. എന്ത് കൂടും പെട്ടക്കലല്ല പിന്നെ കൂട്ടുകാരൻ. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എന്നിട്ട് പരിപാടി സ്റ്റേ. ഞാനിപ്പോ മധ്യപ്രദേശിലുണ്ട്. സ്ഥലത്തിന്റെ പേര് വെച്ചാൽ അറിയില്ല. ഇത് ഏതൊരു ഹൈവേയിലുണ്ട്. ഞാൻ ചുള്ളനാട്ടിലാട്ടോ. ഒരു മിനിറ്റ്. ആ യൂണിഫോം ഇട്ട് നിക്കള്ളേ, തൊപ്പിയൊക്കെ വെച്ചിട്ട് അവനാണ് നിഖിലേഷ് ഭായി കേട്ടോ. ബൈക്കും ഇരിക്കുന്നല്ല നിക്കണത്, അത് നിഖിലേഷ് ഭായി. അവൻ ഇന്നലെ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. എൻ്റെ മോനെ, എനിക്ക് എൻ്റെ യാത്രയിൽ കിട്ടിയ പുതിയൊരു കൂട്ടുകാരൻ. എൻ്റെ ബൈക്ക് ഇതായിരിക്കണം കേട്ടോ. യാത്രികൻ 853 ഇതായിരിക്കണു. എന്തായാലും സെറ്റപ്പ്. അതല്ലെങ്കിലും ദൈവം അങ്ങനെയാണ് അല്ലേ. നമുക്ക് വേണ്ടി ഒരാളെ ദൈവം വെച്ചിട്ടുണ്ടാവും. അതാണ് സെറ്റപ്പ് ആളുടെ. ഇതായിരിക്കണു ബൈക്ക്, പാഷൻ പ്രോ 853. ഇവിടെ വരെ എത്തിയിടാവല്ലേ കൊണ്ട്. അയ്യോ എളുപ്പല്ല. സമയം 10 മണിയായി, ഇറങ്ങാൻ നോക്കാം. ഇന്നലെ ഒരു കോട്ട് ഇട്ടിട്ടാ, അത് കാണാട്ടാ. ഇത്ര ദിവസം ഒരു നരച്ച കോട്ടായിരുന്നു, പണ്ട് മേടിച്ചൊരു കോട്ടായിരുന്നു. ഇന്നലെ ഈ പമ്പിൽ നിൽക്കുന്ന സമയത്ത് കോട്ട് കൊണ്ട് 2 ചുള്ളന്മാര് വന്നു. ഞാൻ പറഞ്ഞ എന്തെങ്കിലും 500 ഉള്ളത് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞേ ഇത് ഒറിജിനൽ എത്ര കോട്ടാട്ടാ. അവര് കത്തിച്ചൊക്കെ കാണിച്ചു തന്നു. അവര് പറഞ്ഞു 2000 2500 പറഞ്ഞു. അപ്പൊ ഇവിടത്തെ ബായി പറഞ്ഞു ആൾ ട്രാവൽ ചെയ്യണ ആളിന് ആളിന് എത്ര പൈസ ഇല്ലാതെ പറഞ്ഞു. വണ്ടിക്കാരൊക്കെ മേടിച്ചു. വണ്ടിക്കാര് 1500 2000 കൊടുത്ത് മേടിച്ചു. 500 കഴിഞ്ഞിട്ട് തരാൻ പറ്റില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പോവാൻ നേരത്ത് അവര് പറഞ്ഞു എന്നാ വാങ്ങിക്കോ 500 തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു. അങ്ങനെ മേടിച്ചോട്ട്. എന്റെ പോലെ ദൈവത്തിന്റെ ഒരു സെറ്റപ്പ്. ദൈവം അങ്ങനെയാണ് യാത്രയിലൊക്കെ. വേണ്ട കയ്യിലൊക്കെ പുള്ളി കറക്റ്റ് ടൈമിന് എത്തിച്ചോളും. ഞാൻ തന്നെ ആലോചിച്ചോളൂ മഞ്ഞുകൊണ്ട് കിടക്കേണ്ട വരില്ലെന്ന്. അപ്പൊ എന്നെ സാധനം കിട്ടി. ഒന്നും നോക്കണ്ട, നല്ല കോട്ടാണ്. കുഴപ്പമൊന്നുമില്ല, ഇതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ട കോട്ടിന്. അടിപൊളി കോട്ട്. എന്തായാലും സെറ്റപ്പ്. ഒരു ബസ് വന്നിട്ടുണ്ട്. ബായാണ്ട് ഡീസൽ അടിക്കണ തിരക്കില്ല. അവൻ വന്നിട്ട് അവനോട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് പോലാ, ഒരു നന്ദി. അതല്ല എൻ്റെ ഒരു മര്യാദ. പെട്രോൾ അടിച്ചിടാ 100 ഇവനാണ് ബൈ. ഇവനാണെന്നല്ല എന്നെ സഹായിച്ച. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് വീഡിയോ ഇരിക്കട്ടെ. ഓക്കെ ബൈ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിറങ്ങി ഞാൻ. അവൻ്റെ അടുത്ത് ഒരു നന്ദി പറഞ്ഞു. അവൻ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. ഇന്നലെ കിടക്കാൻ സ്ഥലം തന്നു. എനിക്ക് ജാക്കറ്റിന് എനിക്ക് വരുമാനം നല്ല കാഴ്ച വെച്ചാൽ തന്നെ അവര് 2000 പറഞ്ഞ സാധനം എനിക്ക് അവൻ പറഞ്ഞ് 500 മേടിച്ചു തന്നു. എൻ്റെ എത്ര ഉള്ളത് പറഞ്ഞു. അയ്യോ നല്ലൊരു മനുഷ്യനാണ് അവൻ. ഏതെങ്കിലും കാലത്ത് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ അവനെന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. ഇപ്പൊ വണ്ടിക്ക് നല്ല മൈലേജ് ആയി. 100 പെട്രോൾ അടിച്ചോളൂ. അത്യാവശ്യം മൈലേജ് ആയി. ആദ്യം ഞാൻ നല്ലൊരു 50 ആ ഒരു റേഞ്ചിൽ പോകുമ്പോൾ മൈലേജ് അങ്ങനെ കിട്ടാ. മൈലേജ് ഉണ്ട്, പക്ഷേ ഡെയിലി 300 അടിക്കേണ്ട വരാറുണ്ട്. പക്ഷെ ഇപ്പൊ 100 150 അടിച്ചാൽ മതി. ഞാൻ പതുക്കെ ഒരു 40ന്റെ അട്ടയിലിട്ട് പിടിക്കുക 30. അങ്ങനെ ഓടിക്കുമ്പോൾ നല്ല മൈലേജിന്റെ വണ്ടി. ഫോൺ ഒഴിക്കണ്ടാടാ. റോസാപ്പൂ തോട്ടം, ചെറിയ തോട്ടാ, പൂക്കളുണ്ടായിട്ടുണ്ട്, നല്ല ചോപ്പ. ഒമ്പൂ പൊള്ളി സാധനം. നോക്കിയേ. ഓ ആദ്യമായിട്ടാ റോസാപ്പൂവിൻ്റെ ഒരു കൃഷിയാണ്. അതേ പൂണ്ടായി കിടക്കണോക്കെ. അമ്പോ പൊള്ളി സാധനം. ഒരുപാടെന്ന് പറയാം. ഇങ്ങനെ ഉണ്ടായിട്ടാ. ഇങ്ങനെ ചെറിയൊരു തോട്ടാ, വലിയ തോട്ടമൊന്നുമല്ല, അടുപ്പിച്ചൊന്നുമല്ല, ചെറുതായിട്ട് ഉണ്ടായി വരണുള്ളൂ. വലുതായി വരണുള്ളതുകൊണ്ട് ഇതൊക്കെ റോസാപ്പൂ കേട്ടാ. പൊള്ളി സാധനം, ചുവപ്പ കളറ്, പ്രണയത്തിൻ്റെ കളറാണല്ലോ. ഒരു ബൈ അവിടെ നിന്ന് പുല്ലോ അന്നണ്ട് തൊട്ടുണ്ട്. വെറുതെ പോയി നോക്കാം. ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. എന്തിനാ കൃഷി എന്ന് വെച്ചോക്കാലോ. ആ ബൈ ഇവിടെ പുല്ലോട്ടാണ്. ഓ ക്യാ ലെസൺ മീൻ. ഓ ലെസനോ അങ്ങനെ എന്തോ പറയുക കൃഷിയാടാ. എന്തൊരു സംഭവം എന്നറിയില്ല. നെല്ലാണോ? നെല്ല്. ഇതിങ്ങനെ ഇരിക്കണ സാധനമാടാ. എന്തിട്ടാ ലെസൺ എന്ന് പറഞ്ഞ എന്തൊരു സാധനം അറിയില്ല. എല്ലാം കണ്ടിട്ട് സബോളയുടെ ഇല പോലെയൊക്കെ തോന്നണേ, പക്ഷെ സബോള എല്ലാന്നാവും പറയണേ. ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ട, ഇങ്ങനത്തെ എന്തോ സാധന. ഓ മറ്റേ വെളുത്തുള്ളി ആയിരിക്കും ചേട്ടാ. വെളുത്തുള്ളി ആയിരിക്കും ചിലപ്പോ. ഇവിടെ വെളുത്തുള്ളിയുടെ കൃഷിയുണ്ട്. ഓ ചിലപ്പോ അതായിരിക്കും എനിക്ക് തോന്നണേ. വെളുത്തുള്ളി. ആ വേണ മോനെ, വെളുത്തുള്ളി ഞാനാ. വെളുത്തുള്ളിയാണ് കൃഷി കണ്ട. വെളുത്തുള്ളി ഉണ്ടായി കിടക്കണ്ട. അമ്പമ്പോ വെളുത്തുള്ളി കൃഷി. ഇപ്പോഴും മനസ്സിലായേ. പിന്നെ ഇവിടെ പറയുന്നത് ലെസൺ അങ്ങനെ എന്താ ഇവിടെ പറയണേ. ആ ലെസൺ എന്നാട്ടാ ഇവിടെ പറയണേ. വെളുത്തുള്ളിയാണ് സാധനം. ഇപ്പോഴേ കിട്ടിയാട്ടാ വെളുത്തുള്ളി കൃഷി. ഇത് ചെറിയൊരു ചെറുതൊന്നല്ലാട്ടാ. അറ്റം വരെയുണ്ട്, അവിടെ വരെയുണ്ട് വെളുത്തുള്ളി. അമ്പമ്പോ പൊള്ളി സാധനം. ഇവിടെ നിന്നിട്ട് പുല്ല കരിഞ്ഞോടിക്കാട്ടാ. ഞാൻ അരുൺ. കേരള പേരാണല്ലോ അവന്. കേരളത്തിലുണ്ട് കുറെ അരുൺമാര്. ഇവിടെയുണ്ട് കുറെ അരുൺമാര്.
ഇത് കാണുന്ന സാധനം കണ്ടാ, ഇത് പൈപ്പാടാ ആടാ, മറ്റേ വളഞ്ഞ് മുറിങ്ങിയൊക്കെ പോയിട്ടില്ലത്. ഈ സാധനം വെച്ചിട്ട് അവർ നനയ്ക്കണത് കണ്ടാ, അങ്ങോട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട് അറ്റത്ത്. ഇതാ എൻ്റെ കൈ ചൂണ്ടിയാണാ, അവിടെ ഒരു മോട്ടറിക്ക് ഉണ്ട്, അവിടെ നിന്ന് വെള്ളം ഇവർ നനച്ച് അതിൽ നിന്ന് ഈ പൈപ്പിട്ട് വെള്ളം നനയ്ക്കണേ. അപ്പോൾ അവിടെ നനയ്ക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളത്തിന് ക്ഷാമം ഉണ്ട് കേട്ടോ. അത് റോസാപ്പൂത്തോട്ടത്തിൽ പണിയെടുക്കാൻ വേണ്ടി ഒരു അക്ക വന്നിട്ടുണ്ട്. ഞാൻ ആളായിട്ട് കുറച്ച് നേരം കഥ പറഞ്ഞു. ഞാൻ പറയുന്നത് ആൾക്ക് മനസ്സിലാവുള്ള, ആൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളത്. അക്കോട്ടൊരു ഫോട്ടോ എടുക്കാൻ വെച്ചപ്പോൾ അക്ക ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. പാവം ആളെൻ്റെ അടുത്ത് എങ്ങനെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ ഒരു പഞ്ചാബിക്ക് പോകണമെന്ന് പറഞ്ഞു. തോട്ടം കണ്ടോ, ചെറിയ തോട്ടാ, പോവും കാണാൻ രസമുണ്ട്. ഇത് നിറച്ചായി കഴിഞ്ഞാൽ കുട്ടിക്കത്തെ ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ. കുറേ നേരം ഇവിടെ കഥ പറഞ്ഞിരുന്നു. ഇനി എന്തായാലും പോവാണ്. ഇനി എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളാണല്ലോ. ഇതായിരിക്കണു എൻ്റെ കൊച്ചിറക്കാൻ പാഷൻ പ്രോ. ചുള്ള ഇവിടെ വരെ എത്തിച്ചത് രക്ഷയിലട്ടാ വന്നല്ലേ. അയ്യോ പൊള്ളി. അങ്ങനെ റോസാപ്പൂവൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് ഇറങ്ങിട്ടാ. കുറെ നേരം അവിട്ടിരുന്നു കഥയൊക്കെ പറഞ്ഞ്. ഞാൻ വരുന്ന ആൾക്ക് മനസ്സിലാവുള്ള, ആള് വരുന്ന എനിക്ക് മനസ്സിലാവുള്ള. അല്ല ഞാൻ കുറെ എന്തൊക്കെയാ അങ്ങോട്ട് പറഞ്ഞു. അയ്യോ പോയിക്കൊണ്ടിരിക്കുക. വേറെ എന്തെങ്കിലും കാഴ്ച നോക്കട്ടെ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോ അത് ഈ ചുള്ളനാണ്ടോട്ടാ. അടുത്ത കൃഷി ഇറങ്ങി നോക്കുമ്പോഴാണ് നമുക്ക് ഓരോ സംഭവങ്ങൾ കിട്ടണേ. ഇതെന്നിട്ടും ആലു എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ കാണാ. ഇത് പൊട്ടറ്റോട്ടാ. എൻ്റെ മോനെ പൊട്ടറ്റോ കൃഷി. എൻ്റെ മോനെ മധ്യപ്രദേശിൽ ഇല്ലാത്ത കൃഷികളില്ലാടാ പൊട്ടറ്റോ പാടനെ കാണണേ. എൻ്റെ മോനെ ഇത് അത്യാവശ്യം വലിയ പാടാ. ഓ വേറെ വീടോ അങ്ങനെ സാധനം പറഞ്ഞാലോ. ഇതെന്തിന്റെ സാധനം മനസ്സിലായില്ല. ആളെന്തോ പറഞ്ഞിരിക്കും, അത് മനസ്സിലായില്ല. ഓ നാം കേഹു അങ്ങനെ പറയടാ. കേഹു അറിയണവരുണ്ടെങ്കിൽ മനസ്സിലാക്കാം. എനിക്കെന്തായാലും അത് മനസ്സിലായില്ല. എന്തായാലും ഇറങ്ങി നോക്കിയപ്പോഴുള്ള ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കാണേ. അങ്ങനത്തെ ഒരു പേരാണ് ആള് പറഞ്ഞത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്തായാലും കുറെ നേരം ഇവിടെ വെക്കണു. അങ്ങനെ പുതിയൊരു സംഭവം കണ്ടു, പൊട്ടറ്റോ കൃഷി. അവിടുന്ന് ഇറക്കിട്ടോ, അവിടുന്ന് ഇപ്പം ഇറക്കിയോളൂ. സമയം എത്ര ചോദിച്ചാ? 10:45. ഈ കുറച്ചുകൂടി പോട്ടെ, അടുത്ത പാടം കാണുമ്പോൾ നിർത്താലോ, അടുത്ത കാഴ്ച കാണുമ്പോൾ നിർത്താം. എൻ്റെ മോനെ പോയിപ്പോ കണ്ടാടാ തണ്ണിമത്തൻ്റെ തോട്ടയിൽ കാണണേ. ഞാനിപ്പോ എന്നോട് ചോദിച്ചു ഒരു വീഡിയോ എടുത്തോളാം പയ്യ ചോദിച്ചു. അവര് പറയാം എന്തോരം പണി എടുത്തോളാം പറഞ്ഞു. തണ്ണിമത്തൻ്റെ കിടങ്ങളൊക്കെ അയ്യോ കുറേ ഉണ്ടായിട്ടാ. ചെറുതാണല്ലേ അത്. ഇത് മൂത്തുണ്ട്, അപ്പുറത്തെ സൈഡിലങ്ങാണ്ട് മൂത്തുണ്ട്, ഇവിടുത്തെ സൈഡ് മൂത്തുള്ളതുകൊണ്ട്. ഇതൊരു വിളവെടുപ്പാണ്. ഇപ്പം അപ്പുറത്തെ ഒരു വിളവെടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ്റെ കിടങ്ങളൊക്കെ അപ്പോ ഞാൻ ജസ്റ്റ് കണ്ടപ്പെടുന്നതാട്ടാ. ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം. രാത്രി മുട്ട തണുപ്പാ. അപ്പം അതുകൊണ്ട് എന്തായാലും സീസണായി. തണുപ്പത്തന്നെ ഈ സാധനം ഉണ്ടാവാ. തണ്ണിമത്തൻ ഉണ്ടാവുന്ന തണുപ്പത്തറ്. അമ്പോ പൊള്ളി തോട്ടം, ചെറിയൊരു തോട്ടാ. സംഭവം സെറ്റാട്ടാ. വീഡിയോ എടുക്കണ്ടേ ആള് വന്നിട്ടാ. ആളുടെ വീഡിയോ എടുക്കാറുണ്ട്. എൻ്റെ പോലെ എന്തിനാണ് സെറ്റപ്പ്. അപ്പൊ ആള് വന്നു, ആളുടെ തോട്ടാട്ടാ. ഇവിടെ വേറെ ആൾക്കാരുണ്ട്, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കാറ് വന്നു. എൻ്റെ പോലെ സന്തോഷം നോക്കാട്ടെ പൊള്ളി. ഇവര് തണ്ണിമത്തനൊക്കെ തിന്നാൻ തന്നിട്ടാ, ടേസ്റ്റ് ഒക്കെ നോക്കാൻ പറഞ്ഞിട്ട്. എൻ്റെ പിന്നെ പൊള്ളി സാധനം. തോട്ടത്തിൽ നിന്ന് പറിച്ചിനുമേ ജാതി ടേസ്റ്റാട്ടാ, രക്ഷയില്ല. വലിയ സാധനം കറങ്ങി കാണിക്കാട്ടാ. ഇതാണ് തോട്ടം. ഇതിൻ്റെ ബാക്കിൽ വേറെ എന്തൊക്കെ ഉണ്ട്, അടിപൊളി. അവർ തണ്ണിമത്തനെ കഴിക്കാൻ തന്നിട്ടാ. പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടി എനിക്കൊരു തണ്ണിമത്തം തന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. അവര് എന്താ തണ്ണിമത്തം ഒരു ഗ്യാസ് കയറി വയറ് ഫുള്ളായിട്ടാ. എന്തിട്ട് സെറ്റപ്പില്ല. ദൈവം നമുക്ക് ഫുഡ് കറക്റ്റ് ടൈമിൽ തരുന്നുണ്ടാ. എവിടെ വേണ്ടാലും ഫുഡ് ആള് കറക്റ്റ് ടൈമിലേക്ക് എത്തിച്ചേരുന്നേ. എൻ്റെ പോലെ രക്ഷയിലാള് പൊള്ളിയല്ലാട്ടാ. അയ്യോ അത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാണ്ട് കയറുന്നത്. അപ്പോൾ അവരെന്നോട് ഒരു കഷ്ണം ടേസ്റ്റ് ആയിട്ട് പോകാൻ പറഞ്ഞു. ഒരു കഷ്ണം കഴിച്ചപ്പോൾ അവരെന്നോട് ഓരോ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്താ പോലെ എന്തായാലും സെറ്റപ്പ്. തണ്ണിമത്തനൊക്കെ പറിച്ചിട്ട് വന്നിട്ടാ ഈ ചുള്ളം പോയിട്ട്. എനിക്ക് പോകത്തില്ല വേണ്ടി വന്നതാ. സ്നേഹമുള്ളവരാട്ടാ, എൻ്റെ പോലെ രക്ഷയില്ലാട്ടാ. പപ്പു ദീപക്, പപ്പു ദീപക് അതാട്ടാ അവരുടെ പേര്. ആളൊന്നു ആളൊരു മെയിൻ ആള് ഫസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്ത ഫസ്റ്റ് വീഡിയോയിൽ വന്ന് കയറിയത് പുള്ളിയാ. അടിപൊളി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അവർക്ക് തണ്ണിമത്തനൊക്കെ തന്നു പോകുമ്പോ കഴിച്ചാ പറഞ്ഞിട്ട്. അയ്യോ രക്ഷയില്ല പുള്ളി. പോയിക്കൊണ്ടിരിക്കുക. എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി? 816 കിലോമീറ്റർ. എവിടേക്കിട്ടാ? ഹരിയാന അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടാണ്. വേറെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോണ വഴിക്ക്. ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി ചോദിക്കാം ഇതിന്റെ സംഭവം കൃഷി ചെയ്ത്. അല്ലെങ്കിൽ നമ്മൾ വെറും പച്ചപ്പ് മാത്രം കാണേണ്ടി വരും. അത് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. എന്തിന്റെ കൃഷി. അമ്പോ അവന്റെ സൗണ്ടൊക്കെ ചെവി അടിച്ചു പോയി.
എന്തിന്റെ കൃഷിന്ന് കൂടി അറിയണമല്ലോ, വെറുതെ പച്ചപ്പ് മാത്രം കാണിച്ചിട്ട് കഴിയില്ല. അവിടെ അപ്പാപ്പുണ്ട്, ഇറങ്ങി നോക്കാം എന്തിന്റെ കൃഷി നോക്കാം. അവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല, ബൈക്ക് ഇറങ്ങി പോണ വഴിയില്ല. അവിടെ അങ്ങോട്ട് ഇറങ്ങാതില്ല, നേരെ പോകുന്നു. അടുത്ത് കിട്ടൂല, അടുത്ത കൃഷി സ്ഥലം നോക്കി പോവാം. കാഴ്ചകൾ ഇനി കാണാൻ കിടക്കണ്ടല്ല, ഇതൊക്കെ ചെറുതല്ലേ. നെയ്മലു ഓ ആ ബൈക്ക് ഹിന്ദി അറിയില്ലേ പോണേക്കണ്ടാടാ. ഇത് റൊട്ടി ഉണ്ടാക്കാൻ സംഭവം ഗേഹു അങ്ങനെ പറഞ്ഞേ. എന്തൊരു സംഭവം എന്ന് പറയാം. ഇത് കുറെ സ്ഥലത്ത് കണ്ടു, എന്തിട്ട് ഇതിന്റെ സെറ്റപ്പ് ആവോ, ഇത് എന്തൊരു സംഭവം എന്ന് മനസ്സിലായില്ല. കഴിഞ്ഞ സ്ഥലത്ത് പോയപ്പോഴും ഇത് തന്നെ കണ്ടു. ഇത് എന്തൊരു സംഭവമാവോ. ഇവരുടെ ഭാഷയില് പറയണേ റൊട്ടി ഉണ്ടാക്കണ എന്തോ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞേ. ഇത് എന്തിട്ടാണാവോ സംഭവം. ഇവനാണ് പറഞ്ഞേട്ടാ, ഇവനാണ് ഇവിടെ പണിയെടുക്കണ്ടായ ഞാൻ പോണ സമയത്ത്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇവനും ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു മനസ്സിലാവുള്ള. അറിയണവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലേക്ക് ഇടാട്ടാ എന്തിട്ട് സംഭവം. കേഹുവാ അങ്ങനത്തെ ഒരു ഭാഷ നമ്മക്കണി പറയാൻ വരെ കിട്ടുള്ള സാധനം. അയ്യോ ഇത് കുറേ സ്ഥലത്ത് കണ്ടു വരണ വഴിക്ക്. എന്തൊരു സംഭവമോ ഇപ്പിടുത്ത കിട്ടുള്ള. ഈ സ്ഥലത്തിന്റെ ഓണറാവനെ ആള്. ഭയ്യാ ഹായ്, നമുക്കേ ആ വലിയ പേരെ പറഞ്ഞ എനിക്ക് അറിയാവുള്ള. ഓ ഓക്കെ ഹേ ഗ്യോ हिंदी गेहूं होता है खाने का. हाँ चावल होता है ना, चावल हाँ ऐसे गेहूं भी होता है. हाँ चावल चावल जैसे गेहूं होता है. हाँ इसका आटा होता है. ആട്ട എൻ്റെ മോനെ ആട്ട അതാണ് സംഭവം. ഇപ്പോഴല്ലേ കിട്ടിയേ ആട്ട ആട്ടപ്പൊടി ഉണ്ടാക്കുന്ന സാധനം. അവരിത് മറ്റേടാ ഒരു കള്ളിലേക്ക് ചിരിക്കുക വീഡിയോയിലൊക്കെ. ആട്ടയാണ് കാണണേ എൻ്റെ പോലെ. പുതിയൊരു അറിവ്, അടുത്തറിവ് ദേ ഒരു ആട്ടയാണ് കാണണേട്ടാ. बनाते हैं इसका. हाँ बाटी आटा इधर वही मिलता है. हाँ आपके उधर चावल मिलता है. चावल हाँ हमारे इधर ये आटा गेहूं का आटा है. हाँ पिसवाते हैं फिर उसको. ओके पाउडर आटे का पाउडर. और इससे गांठ बनानी पड़े इसको. ആട്ട പൗഡറാണ് സംഭവം. ആട്ട പൗഡർ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ കാണണേട്ടാ. സംഭവം ഇപ്പോഴല്ലേ സംഭവം കിട്ടി. എല്ലായിടത്തും ഉണ്ടെങ്കിൽ ആവുകയാവുന്ന പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എൻ്റെ മോനെ ഇപ്പോഴല്ലേ സംഭവം കിട്ടിയേ. അവരവരുടെ ഭാഷയിൽ ആ സാധനം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ. ഇപ്പോഴല്ലേ സാധനം കിട്ടിയേ. ആട്ട പൗഡർ ഉണ്ടാക്കണതാണത്. ഓ ആട്ട പൗഡർ ആട്ട ഉണ്ടാക്കണ മറ്റേ റൈസിന്റെ പാടം. എന്തായാലും ഇവിടുത്തെ ഭയങ്കര സ്നേഹമുള്ളവരാട്ടാ എനിക്ക് തോന്നിയാല്. ഇവര് വലിയ കലാപില്ലാത്ത മനസ്സിലായി. എനിക്ക് ഇത്ര ദൂരം വന്നതില് ഇച്ചിരി മോശമായിട്ട് തോന്നിയത് ആ മഹാരാഷ്ട്രയുടെ അറ്റത്തെ എന്തൊരു ഉൾഗ്രാമങ്ങളൊക്കെ എത്തില്ലേ, അവിടെയാണ് എനിക്ക് ഇച്ചിരി അലമ്പായിട്ട് തോന്നിയത്. ഇപ്പൊ അവിടെ നിന്ന് കടന്ന് മധ്യപ്രദേശൊക്കെ അടിപൊളിയാണ്. ഇവര് ആൾക്കാരുകൾ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് പോകുന്നൊരു ടോൾ ഗേറ്റ് ഒക്കെ വന്നു കേട്ടോ. പേരയ്ക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പേരയ്ക്ക മേടിക്കള്ള. ഇവിടെ നിന്നാണ് ഡൽഹിക്ക് പോടാ. ബോർഡ് ഡൽഹി. അതൊക്കെ ഒട്ടാതിനെ കൊണ്ടാണ് പെണ്ണങ്ങളാ. ഒട്ടാതിനെ പിടിച്ചാൽ രാജസ്ഥാൻകാരേക്ക് ഇവിടെ 3-4 ഒട്ടകുണ്ട്. ഇവിടുന്ന് ഡൽഹിക്കൊക്കെ വേണ്ടി പോടാ. ഡൽഹി, മുംബൈ, അന്തോലോകം. അവിടെ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് ഇടയ്ക്ക് സന്തോഷമായി. അടുത്ത ബോർഡ് വരൂ എക്സ്പ്രസ് ഹൈവേയുടെ ഇന്ത്യയില ആ വഴി മുംബൈ വഴി. സമയം 3:10. ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. 2 ചായ കുടിച്ചു. സമയം പോയി അറിഞ്ഞില്ല. ഫോൺ ചാർജിൽ വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. ഇനി ഇവിടെ നിന്നൊരു പതുക്കെ പോവാ. ഇനി അധികം ദൂരം പോകാനുള്ള എല്ലാം കിടന്നുറങ്ങാനുള്ള സെറ്റ് പോകട്ടെ. ഇങ്ങനത്തെ ഒരു വഴി കൂടെ മനസ്സേ ജാതി തിരക്കാ. അയ്യോ വെയിലുണ്ട് ചെറുതായിട്ട്. ആ ഉറക്കം കഴിഞ്ഞപ്പോ വണ്ടി ഓടിക്കാനും മടിയായി. വണ്ടി ഓടിക്കാനല്ല വീഡിയോ എടുക്കാനും മടിയായി. ഒറ്റ അത് ഓരോക്കെ അതിന്റെ ബാക്കിൽ തൂങ്ങി കിടക്കണ എന്നിട്ട് നല്ല ഓടണം തൂങ്ങി കിടക്കണ. എന്റെ മോനെ സമ്മതിക്കണല്ലോ. വണ്ടി ഓടിയല്ല വീഡിയോ എടുക്കാനും മടിയായി. അതിന് എനർജി ഇറങ്ങിപ്പോയി. ഏതിലും പമ്പ് പിടിച്ച് കിടന്നുറങ്ങാൻ നോക്കാം. എനർജി പോയി. 5 മണി കഴിഞ്ഞു. പമ്പ് കിട്ടിയല്ല അതങ്ങടൊക്കെ എന്തിന്റെ ബ്യൂട്ടി ഇതൊക്കെ ചോദ്യ കാണാൻ. ഇവിടെ ഒരു പമ്പ് കിട്ടി. കൊറേ നേരം പോയി. 5:30 കണ്ടായി ഇന്നിവിടെ കിടക്കാൻ സ്ഥലം കിട്ടിയപ്പോ. ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കയറി കാണാം. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട. ഏത് കൂട്ട് പെട്ടക്കനെ നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്.